സോഷ്യൽ അപ്പൊ മീഡിയയിലൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം അതും എനിക്കൊരു വാക്ക് കൂടെ പറയാം. കാരണം ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഇപ്പോഴും മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഒരാൾക്ക് വേണ്ടത്? അപ്പോൾ എൻ്റെ തന്നെ ഒരു ഉദാഹരണം, ഞാൻ എനിക്ക് കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒത്തിരി വർഷം വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് എന്നെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ അതിനെ സഹായിച്ച ഒരു ഘടകം കൂടാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതെ അത് അതെ ഈ സാമൂഹ്യ മാധ്യമത്തിനെ എങ്ങനെ നന്നായിട്ട് വിനിയോഗിക്കുക. ഞാനൊരു 15 ഇപ്പം ഒരു 2.5 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതെ ട്വിറ്റർ എല്ലാത്തിലും ഉള്ള ഒരാളാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ബിസിനസ്സിനെ ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ ഇത് എനിക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവരുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർ അവരുടെ ആ ഒരു ഇടപഴകുന്ന രീതികൾ, അപ്പോൾ ഒരു മോശം കമൻസ് ഇടുന്നത്, അല്ലെങ്കിൽ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കും, ഇതൊക്കെ നാളെ അവർ എപ്പോഴെങ്കിലും ബാക്ക് ഫെയർ ചെയ്യും. ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു HR മാനേജേഴ്സ്, ഇപ്പം ഒരു വലിയൊരു കമ്പനി, കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു HR മാനേജേഴ്സ് നിങ്ങളുടെ ഒരു ചേട്ടൻ്റെ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അയക്കുകയാണ്. ഒരു സീനിയർ മാർക്കോം മാനേജർ, അല്ലെങ്കിൽ ഒരു സീനിയർ ജേർണലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പറഞ്ഞ് മിസ്റ്റർ ഹൈദർ അലിയുടെ ഒരു CV അയക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടൂളൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എല്ലാം വെരിഫൈ ചെയ്യാണ്. അയാളുടെ ആദ്യത്തെ എന്തൊക്കെ ഇടപെട്ടു, എവിടെയൊക്കെ കമൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു 10 കമൻസും അല്ലെങ്കിൽ ഒരു 10 നിങ്ങളുടെ പോസ്റ്റും നിങ്ങൾ ലൈക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ടൂൾസ് നിങ്ങളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ അവർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കലി ഭയങ്കര, അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായിട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആളുകളെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പം തന്നെ ഫസ്റ്റ് തന്നെ ആ ഷോർട്ട് ലിസ്റ്റിലേക്ക് അത് മാറി. അപ്പോൾ അതുപോലും അറിയാതെ ഈ യങ്സ്റ്റേഴ്സൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ തമാശയ്ക്കും ഒക്കെ ഇടുന്ന അത് ഇപ്പം ഒരു കമൻറ്റ് ഏതെങ്കിലും ഒരു പേജിലിട്ടു, ഒരു ആഴ്ച കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല ഏത് പോസ്റ്റിൽ എന്ത് ഇട്ടു എന്ന്. അതെ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോയാൽ ഡിലീറ്റ് ചെയ്യാൻ പോലുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ അത് കാണുന്നവർ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊരു ഡിജിറ്റൽ ഫുഡ് മാർക്കായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും അറിയാണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ ജോലി പോയ അനുഭവം എനിക്കറിയാം. അതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയനെ നന്നായിട്ട് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് അതിനെ അവരുടെ ഒരു കരിയറൊക്കെ ആഗ്രഹിക്കുക. അല്ലാതെ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ടതൊക്കെ എന്ത് വേണേലും ചെയ്യാം. അല്ലാതെ ഒരു 18 ഒരു 25 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഫസ്റ്റ് ജോലി നേടുമ്പോഴാണ്, ആദ്യത്തെ ജോലി കിട്ടാനാണ് പാട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ വേണേലും പോവാം. ആ ഫസ്റ്റ് ജോലി മാർക്കറ്റിൽ നിങ്ങളുടെ ഒരു CV എത്തുമ്പം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ടെത്തി അവർക്ക് നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല എന്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുന്നതൊക്കെ നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കുക. അതിനൊക്കെയുള്ള ടൂൾസ് നമുക്കും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു HR ഇപ്പോൾ ഒരാൾ കണ്ട അയാളുടെ പേരും പ്രൊഫൈലും എല്ലാം എടുത്ത് അയാൾക്ക് ഏതൊക്കെ ലിങ്ക്ഡിൻ ആണോ, അല്ലെങ്കിൽ ട്വിറ്റർ ആണോ, അല്ലെ ഇൻസ്റ്റാഗ്രാം ആണോ, അപ്പം അതൊക്കെ വെച്ചിട്ട് തന്നെ ഒരു വിലയിരുത്തൽ നടത്തും. ആ വിലയിരുത്തൽ മോശമായാലും വെറുതെ, ചിലപ്പോൾ നിങ്ങൾ നല്ല കഴിവുള്ള ഒരാളേക്ക് നിങ്ങൾക്ക് ഒരു അഭിമുഖത്തിനുള്ള ചാൻസ് ആണ്. നിങ്ങൾ നേരിട്ട് ഒരു പക്ഷേ അയാളോട്ട് സംവദിക്കാൻ പറ്റി അയാളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അപ്പം തന്നെ അയാൾക്ക് ജോലി കിട്ടിയേക്കാം. പക്ഷേ അയാളെ ആദ്യം തന്നെ ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെ നിങ്ങളുടെ ഈ ഒരു ഇടപെടലുകൾ ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും റഡാറിലാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഞാനൊരു കമന്റ് ഇട്ട് ചിലപ്പോൾ അതിനകത്ത് ഒരു 5 ലൈക്കൊക്കെ കിട്ടും, അയാളെ തെറി പറഞ്ഞെന്ന് പറയും. ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ് അതെ താഴെ അതെ ലൈക്ക്. പക്ഷെ അത് നിങ്ങളുടെ ഒരു നല്ലൊരു കരിയർ ആയിരിക്കും ഇല്ലാതാക്കുക. ഇതും വലിയൊരു കാര്യമാണ്, വലിയൊരു പോയിന്റാണ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആളുകൾ എതിർക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അതെ. കമന്റുകൾ വരുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഒരു ഉപദേശം പോലെ കൂട്ടിയാൽ മതി. ഞാനതിൽ മൈൻഡ് ചെയ്യാറില്ലാത്ത അല്ല നിങ്ങൾക്ക് ഒരാളാണ്. നമ്മളെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാത്ത ആളാണ്. അത് പക്ഷെ നിങ്ങളുടെ ഒരു നമ്മൾ ചെയ്യുന്ന വർക്ക് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ അതൊരു വാർത്തകൾ പറയുമ്പോൾ അതിനകത്ത് നല്ലതും, അത് ഒരു സമൂഹത്തിന് അത് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മളത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടാവും. ഇല്ലാത്തവരുണ്ടും അവിടെയും എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും. നമ്മൾ മൈൻഡ് ചെയ്യാതെയുള്ള യാത്രയാണ്. നിങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അപകടം വരുത്താൻ അതാണ് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അത് ഞാൻ പറയേണ്ടതല്ല. ഷുക്കൂറിലേക്ക് അനുഭവങ്ങൾ ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയെ കൃത്യമായിട്ട് ഉപദേശമായിട്ട് നിങ്ങൾ കൂടി അതിനെതിരെ നിങ്ങൾ കമന്റ് ഇടുമായിരിക്കും. അതും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ. എന്തായാലും ഇത്ര നേരം ഞങ്ങൾ ഇനി ഒത്തിരി അതുപോലെ നല്ല ഹൈദർക്കാരുടെ ഇതേപോലുള്ള നല്ല നല്ല ഇന്റർവ്യൂസ്, വളരെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള സിനിമക്കാരുടെ മാത്രമല്ല, അത് വേറൊരു ഇൻസൈറ്റ് ആണ് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ നമുക്കും കാണുന്നവർക്ക് വരുന്നത്. ഇത് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല വിഷയങ്ങൾ വരുമ്പം എതിർക്കുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പം ഇതുപോലെ നല്ല നല്ല ഇന്റർവ്യൂസ് തന്ന് ആളുകളെ എന്റർടൈൻമെന്റ്, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ ഒരു സമ്മർദ്ദപ്പെടുന്ന സമയത്ത് ചില ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. ആ ചോദ്യം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.